ഋജുമതികൾക്കിരുളിൽ ദ്യുതിയുളവായി ദ്യുതിയുദയം ചെയ്തൻ കർത്താവേ, കൂരിരുൾ നീങ്ങുമ്പോൾ നിന്നെ കൂപ്പുന്നു ഗഗനം നരയന്തി. സ്വർഗീയ പിതാവേ, ഇരുൾ നീങ്ങി പ്രഭാതം സമാഗതമായ ഈ സമയത്ത് ആകാശവും ഭൂമിയും നിന്റെ മുമ്പാകെ കൂപ്പുന്നതോടൊപ്പം ബലഹീനരായ ഞങ്ങൾ തൃപ്പാദത്തിൽ അടുത്തു വന്ന് നിന്നെ നമസ്കരിക്കുന്നു. അതിനെ ഞങ്ങളെ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ആമേൻ. കർത്താവിനാൽ അനുഗ്രഹീതര്. 37-ാം സങ്കീർത്തനം 35-36 വാക്യങ്ങൾ. ദുഷ്ടൻ പ്രബലനായിരിക്കുന്നതും സ്വദേശീയമായ പച്ചവൃക്ഷം പോലെ തടിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലെ പോയപ്പോൾ അവനില്ല, ഞാൻ അന്വേഷിച്ചു, അവനെ കണ്ടതുമില്ല. ഈ സങ്കീർത്തനം 1975 കാതോലിക്ക ദിന സമ്മേളനത്തിൽ വന്യനായ പോൾ വർഗീസ് അച്ഛൻ, അതായത് നമ്മുടെ എല്ലാം ആരാധ്യനായ നമ്മിൽ നിന്ന് കടന്നുപോയ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി പ്രാരംഭമായി വായിച്ചതാണ്. അതിപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നു. വായനയ്ക്ക് ശേഷം ലഘു വിശദീകരണവും പറഞ്ഞു. വായന അത്രയ്ക്ക് ലളിതവും കൃത്യവുമായിരുന്നു. ആ ഗുരുബോധന്റെ വായനാചാരുതി ഒന്ന് പ്രത്യേകം തന്നെ. അതിന്റെ ശേഷമുള്ള പ്രസംഗവും ലഘുവായിരുന്നെങ്കിലും അതിമനോഹരമായിരുന്നു. അതുവരെ ഞാൻ കരുതിയിരുന്നത് ദുഷ്ടൻ പന പോലെ തഴയ്ക്കുമെന്നാണ്. നമ്മുടെ നാട്ടിലെ പഴഞ്ചൊല്ല് തെറ്റിച്ച് പറയുന്നു അങ്ങനെയാണല്ലോ. രണ്ടും രണ്ട് സന്ദർഭവും രണ്ടും രണ്ട് കൂട്ടരെക്കുറിച്ചുമാണെന്ന് അന്നാണ് മനസ്സിലായത്. ദുഷ്ടൻ സ്വദേശീയമായ പച്ചവൃക്ഷം പോലെ തഴയ്ക്കുമെന്ന് സങ്കീർത്തനം 34 പറയുന്നെങ്കിൽ 92 പറയുന്നു നീതിമാൻ പന പോലെ തഴയ്ക്കും. ദുഷ്ടൻ പച്ചവൃക്ഷം പോലെ തഴച്ചാലും അവന് നിലനിൽപ്പില്ല. 37-ാം സങ്കീർത്തനത്തിന്റെ രചയിതാവായ ദാവീദ് പറയുന്നു, പിന്നെ ഞാൻ അതിലെ പോയപ്പോൾ അവന്റെ പൊടി പോലും കണ്ടില്ല എന്ന്. 36-ാം വാക്യത്തിന്റെ അവസാനത്തിൽ നാം കാണുന്നു, ഞാൻ അവനെ അന്വേഷിച്ചു, അവനെ കണ്ടതുമില്ല. നിഷ്കളങ്കനെ കുറുകൊള്ളുകാം, നേരുള്ളവനെ നോക്കിക്കൊള്ളുക. 37-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുമ്പോൾ ദുഷ്ടന്റെ വളർച്ച കണ്ട് നിഷ്കളങ്കനും നേരുള്ളവനും ആയ സാധുജനങ്ങൾ തകർന്നു പോകാതിരിക്കാൻ കൂടിയുള്ള ഉപദേശമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ശുദ്ധിയുള്ള ഹൃദയത്തിൽ നിന്ന് നല്ല വാക്കുകൾ പുറപ്പെടുന്നു. നാവുകൊണ്ട് പിഴയ്ക്കാത്തവൻ ഉത്കൃഷ്ടനാണ്. സത്യമായ മതാത്മകത ഹൃദയത്തിലാണ്. ദൈവത്തെ കൂടാതെ സഹായവും രക്ഷയും ഐശ്വര്യവും അവകാശവും നിത്യജീവനുമില്ല. എളിയവരെ താങ്ങുന്നവനാണ് സ്വർഗീയനായ നമ്മുടെ പിതാവ്. മൂളിപ്പാടി പാട്ടിൽ ഋജുമതികൾക്കിരുളിൽ ദ്യുതിയുളവായി എന്ന് ആമുഖം പറയുമ്പോൾ അന്ധകാരത്തിൽ നേർബുദ്ധിയുള്ളവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആകയാൽ നാം ദൈവത്തിന്റെ പ്രിയരും നേർബുദ്ധിയുള്ളവരും ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അവൻ നമ്മെ കാണുന്നവനും നമ്മോട് കരുതലുള്ളവനുമാണ്. ഈ ചെറിയവിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു. വിശുദ്ധ മത്തായി 18-10-11 വാക്യങ്ങൾ. നമുക്ക് പ്രാർത്ഥിക്കാം. ആരും തുണയില്ലാത്തവർക്കും കഴിവില്ലാത്തവരുമായ മനുഷ്യരെ താങ്ങുന്ന ഞങ്ങളുടെ ദൈവമേ, നിന്നെ ഞങ്ങൾ അറിയുകയും ഞങ്ങൾ നിന്നിൽ സങ്കേതപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾ പൂർണ്ണമായ നിന്നിൽ ശരണം പ്രാപിക്കുന്നു. പുത്രപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആമേൻ.